വ്യാഴാഴ്ച നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ജില്ലയിൽ വൻ വിജയമാക്കുമെന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പങ്കെടുക്കും. ഇന്ത്യയിൽ പ്രക്ഷോഭ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം എല്ലാ പഞ്ചായത്തുകളിലും വിളംബര ജാഥകൾ നടത്തുമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 11-ന് തൊഴിലിടങ്ങളിലും അങ്ങാടികളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും. പണിമുടക്ക് ദിവസം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമായി 96 സമരകേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹംസ പറഞ്ഞു. ഈ പണിമുടക്കിന്റെ പ്രത്യേകത നമുക്കറിയാം. നമുക്കെല്ലാം നിങ്ങളും തൊഴിലാളികളാണ്, ഞങ്ങൾ തൊഴിലാളി യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ കയ്യിലുള്ള ഭരണഘടനാപരമായ ഒരു അവകാശമാണ് നമ്മുടെയൊക്കെ ബാർഗെയിനിങ് കപ്പാസിറ്റി, തൊഴിലാളികളുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി. നമ്മുടെ ജീവിത സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ബാർഗെയിൻ ചെയ്യാനും നമുക്ക് ഭരണഘടന നൽകുന്ന ഒന്നാണ് ഒരവകാശമാണ്. അതിന്റെ ഭാഗമാണ് നമ്മുടെ കയ്യിൽ അപൂർവമായി ഉപയോഗിക്കുന്ന ഒന്നാണ് തൊഴിലാളി വർഗം പണിമുടക്ക്. അപൂർവമായിട്ട് അവസാനത്തെ ആയുധമാണ് എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് നമ്മുടെ തൊഴിലാളി വർഗം ആ പണിമുടക്കിനെ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ഈ ലേബർ കോഡ് വന്നതോടുകൂടി തൊഴിലാളിക്ക് പണിമുടക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചൊരു കാര്യം, നമ്മൾ വെക്കുന്ന ഡിമാൻഡ്, ആ ഡിമാൻഡിനെ സംബന്ധിച്ച് ചർച്ച തുടങ്ങി വെച്ചാൽ ചർച്ച തുടങ്ങുന്നു, വിളിക്കുന്നു, 6 മാസം കഴിഞ്ഞ് വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നു, വീണ്ടും ചർച്ച ചെയ്യുന്നു, വീണ്ടും 5 മാസം കഴിഞ്ഞ് ചർച്ചയ്ക്ക് വെക്കുന്നു. ഈ ചർച്ചാ കാലയളവിലൊന്നും പണിമുടക്കാൻ പാടില്ല എന്ന് ലേബർ കോഡ് വന്നു കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തിന് പണിമുടക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയും തൊഴിലാളി വർഗം കേവലം അടിമകളായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. തൊഴിലിടങ്ങളിൽ സമരം നടത്താനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തവണത്തെ പണിമുടക്ക്. AITC സംസ്ഥാന സെക്രട്ടറി KC ജയബാലൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ, PN മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.